ഒരു ഗൈനക്കോളജിസ്റ്റ് ഒപിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം എന്തായിരിക്കും? മറ്റൊന്നുമല്ല, പീരീഡ്സ് പ്രോബ്ലം തന്നെ. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ AUB. കറക്റ്റ് ഡേറ്റിന് വരുന്നില്ല, ഫ്ലോ പോരാ അല്ലെങ്കിൽ കൂടുതലാണ്, ഒരു മാസത്തിൽ 2 പ്രാവശ്യം വരുന്നു, ആദ്യം സ്പോട്ടിങ് കഴിഞ്ഞിട്ടാണ് ബ്ലീഡിങ് വരുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാലേ. എന്നാൽ സ്ട്രെസ്ഡ് ആയിട്ട് വരുന്ന പലർക്കും ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവില്ലതാണ്. പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് ആദ്യം നോർമൽ പീരീഡ്സ് എന്താണെന്നൊന്ന് പഠിക്കാം. പീരീഡിന് ഡേറ്റ് എന്നൊരു കൺസെപ്റ്റേ വെക്കേണ്ടതില്ല. അതൊരു സൈക്കിളാണ്, ചക്രം. പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഡേ 1 ആയിട്ട് എടുത്താൽ 24 തൊട്ട് 38 ഡേയ്സ് വരെയുള്ള സൈക്കിളിൽ ഇങ്ങനെ വന്നാൽ മാത്രം മതി. സെയിം ഡേറ്റിൽ വരുന്നവർക്ക് 30 ഡേയ്സ് സൈക്കിൾ ആയിരിക്കും. ഇനി 1 വീക്ക് പോലും ലേറ്റ് ആയി വന്നാൽ പോലും അത് 38 ഡേയ്സ് സൈക്കിളിനകത്ത് വരില്ലേ? അതെല്ലാം നോർമൽ ആണ്. ഇനി ഡ്യൂറേഷൻ 8 ദിവസം വരെ ആവാം. 1-2 ദിവസം ബ്ലീഡ് ചെയ്താലും നോർമൽ ആണ്. 8 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡ് ചെയ്യുന്നത് പ്രൊലോങ്ഡ് ആണ്, അബ്നോർമാലിറ്റി ആവാം. ഇനി അളവ് ഒരുപാടൊന്നും വേണമെന്നില്ല. ഒരു പീരീഡിൽ 5 ml തൊട്ട് 80 ml ബ്ലഡ് വരെയാണ് ഒരു സ്ത്രീക്ക് നഷ്ടപ്പെടുന്നത്. അതിൽ കൂടുതൽ വന്നാൽ